ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു പീനട്ട് ബട്ടറാണ്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ വലിയ പൈസയൊന്നും കൊടുത്ത് കടയിൽ നിന്ന് പോയിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കുറച്ച് കടലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് പീനട്ട് ബട്ടർ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് കടലയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് കടല എടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. നിങ്ങൾ വറുത്ത കടലയാണ് എടുക്കുന്നത് എങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇത് വറുക്കാത്ത കടല ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ടൈം ഇത് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു തുണിയിലേക്ക് മാറ്റാം. ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് കളഞ്ഞെടുക്കാനാണ് ഞാനൊരു തുണിയിലേക്ക് മാറ്റിയത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. ചെറിയൊരു ചൂടോടുകൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വരും. ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്നിന് പൊടിച്ചെടുക്കാം. ഞാനൊരു മിക്സ് ജാറുണ്ട്, അതിന് നല്ല ഫൈനായിട്ട് തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കടലയിൽ തന്നെ ചെറുതായിട്ട് ഓയിലൊക്കെ ഇറങ്ങി വരും. ഇനി നമുക്കിത് വീണ്ടും ഒരു 10 സെക്കൻഡ് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പീനട്ട് ബട്ടർ ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ ഇതിലേക്ക് ഇടിയിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരുപോലെ ആക്കിയതിന് ശേഷം വീണ്ടും ഒരു 2-3 സെക്കൻഡ് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഉപ്പുള്ള കടലയാണ് എടുക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊരല്പം മധുരമൊക്കെ വേണ്ട, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 3 സ്പൂണോളം തേൻ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം പീനട്ട് ബട്ടർ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കടലേൻ്റെ എണ്ണയൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടി ഒരു 4 സെക്കൻഡോളം ഒന്ന് അടിച്ചെടുക്കുകയാണ്. നല്ല സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇതാ നമ്മുടെ പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ നല്ല വെണ്ണ പോലെ കിട്ടിയിട്ടുണ്ട്. ആ കടലേൻ്റെ ഓയിലൊക്കെ ഇറങ്ങി വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് തേനില്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. ഒരല്പം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ചെറിയൊരു മധുരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാമല്ലോ. കുറച്ച് കടലേൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.